സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും പേപ്പർ, ബുക്ക്, ലഞ്ച് ബോക്സ്, കൊട, റെയിൻകോട്ട് എല്ലാം നല്ല വിലക്കുറവിൽ കിട്ടുന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത്. പോലീസ് സഹകരണ സംഘത്തിൻ്റെ കീഴിലുള്ള ഒരു മേള നടക്കും എപ്പോഴും. ഇപ്പോൾ അത് തൈക്കാട് പോലീസ് മൈതാനത്തിൽ നടക്കുകയാണ്. അപ്പം നമ്മൾ എന്തായാലും ഇപ്രാവശ്യത്തെ സ്കൂളിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ മേടിക്കലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യവും നമ്മൾ അങ്ങോട്ടേക്കാണ് പോയത്. കുഞ്ഞുവിന് ഇതാ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കുള്ള തുടക്കമാണ്. അപ്പം അവിടെ നിന്ന് കുറച്ച് ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട്, നോട്ട് ബുക്സിൻ്റെയൊക്കെ. അതൊക്കെ മേടിച്ചു. എല്ലാ നോട്ട് ബുക്സും ഉണ്ട്, പേപ്പറുണ്ട്, അസൈൻമെൻറ്റ് പേപ്പറുണ്ട്. ഇവിടുത്തെ ആകെയുള്ള കുഴപ്പം ഇവിടുത്തെ ഒടുക്കത്തെ ചൂടാണ്. ഇതിനകത്ത് ഒരുപാട് ഫാനുകളുണ്ട്, പക്ഷേ ഇതിനകത്തുള്ള ചൂട് കാറ്റാണ് ഇതിനകത്ത് സർക്കുലേറ്റ് ചെയ്യുന്നത്. അത് കാരണമാണ് ചൂട് സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ കുറേ ഷോപ്പ് ചെയ്തേനെ. അപ്പം ബോക്സ് സെക്ഷൻ, പെൻസിൽ ബോക്സ് സെക്ഷനൊക്കെ വന്നു. ഞാൻ നമുക്ക് ഭയങ്കര ഫാൻസി ബോക്സ് ഒന്നും മേടിച്ചു കൊടുക്കൂല. കൊടുത്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് കളഞ്ഞിട്ട് വരും കേട്ടോ. പിന്നെ ലഞ്ച് ബോക്സ്, അതേപോലെ തന്നെ നമ്മുടെ വാട്ടർ ബോട്ടിൽ 2-3 മേടിച്ചു വെച്ചു. അതും നല്ല വില വ്യത്യാസമുണ്ട്. അതുപോലെ റെയിൻകോട്ടും നല്ല വിലക്കുറവിൽ ഇവിടെ കിട്ടും കേട്ടോ. റെയിൻകോട്ട്, അതേപോലെ നമുക്ക് വലിയവർക്കുള്ള ലഞ്ച് ബോക്സ്, കൊട, പല ടൈപ്പ് കൊടകൾ, പിന്നെ ടിഫിൻ ബോക്സുകൾ. ടിഫിൻ ബോക്സ് ഞാൻ ഇഷ്ടം പോലെ നോക്കി, ഇവിടെ നോക്കി, ലുലുവിൽ നോക്കി, എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുന്നത്. മോഡലും എല്ലാം മിൽട്ടൻ്റെയും ഒക്കെ ഉണ്ട്, പല വെറൈറ്റി, പല കമ്പനിയുടെ ഒക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ എല്ലാം കൺഫ്യൂഷൻ. അവസാനം ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ ബാഗ് എന്ന് പറഞ്ഞാൽ അവളുടെ കറക്റ്റ് സൈസിന് കിട്ടുന്നില്ല. ചില ബാഗുകളൊക്കെ ഭയങ്കര വലുത്. അപ്പം ഒരുപാട് ബുക്സ് ഫസ്റ്റ് സ്റ്റാൻഡേർഡൊക്കെ അല്ലേ, മിസ്സ് ഹോംവർക്കിൻ്റെ ബുക്ക് മാത്രമേ കൊടുത്തു വിടുകയുള്ളൂ. അപ്പം ഞാൻ ഇത് ലുലുന്നാണ് മേടിച്ചത്, ചെറിയൊരു ബാഗാണ് മേടിച്ചത്. ഇത് അവൾക്ക് മതി എന്നുള്ള രീതിയിൽ. അതുപോലെ ഓൺലൈനിൽ നിന്ന് ഞാൻ കുറച്ച് ലഞ്ച് ടവലൊക്കെ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. ഇതൊരു 5 പീസിൻ്റെ ഒരു കോംബോയാണ്. ഇത് ഞാൻ ലഞ്ച് ബോക്സ്, ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. ഇത് കണ്ടില്ലേ, ഇത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ നമുക്കൊരു സ്നാക്ക് ബോക്സ്, ബ്രെഡ് സാൻഡ്വിച്ച്, അതേപോലെ ചപ്പാത്തിയൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നു. പിന്നെ കറിയുടെ 2 ഡപ്പയും മേടിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓൺലൈനിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഒരുപാട് ബാഗുകളുണ്ട്, പക്ഷേ ചില കമ്പനിയുടെ ബാഗുകളൊക്കെ ഭയങ്കര ഇരുണ്ട കളറൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ ഷെബീസിനുള്ള ഒരു ബാഗ് ഇവിടെ നിന്ന് മേടിച്ചു. അതേപോലെ തന്നെ ബുക്ക്, അതേപോലെ തന്നെ പേപ്പർ, ഡയറി, പെൻസിൽ, റബ്ബർ, കട്ടർ ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കാണ്. ഞാൻ പക്ഷേ അവിടെ പോയി എടുത്തു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള റൈറ്റിംഗ് ബോർഡ്, അസൈൻമെൻറ്റ് പേപ്പർ, പെൻസിൽ, റബ്ബർ, കട്ടർ, പേന എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഇടിച്ച് കയറിയൊക്കെയാണ് ഞാൻ പോയി ഓരോന്ന് എടുത്തിട്ട് വന്നത്. കുഞ്ഞിന് ഇതാ ഇവിടെ നിന്ന് ട്രെയിൻ മേടിച്ചു കൊടുത്തു, 300 രൂപയാണ്. നല്ല ട്രെയിനായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഷൂസ് നോക്കിയായിരുന്നു, പക്ഷേ കുഞ്ഞിൻ്റെ അളവിനുള്ള ഷൂസ് ഇല്ല, കാര്യം തീർന്നു പോകുന്നുണ്ട് പെട്ടെന്ന്. അപ്പം നിങ്ങൾ പെട്ടെന്ന് വന്ന് മേടിക്കുക ആവശ്യമുള്ളത്. പിന്നെ ലഞ്ച് കൊണ്ടുപോകാനുള്ള ബാഗ്, അത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് മേടിച്ചു. അങ്ങനെ നമ്മൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ബില്ല് ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ അവിടെ ഒരു പായസം കൗണ്ടറുണ്ട് കേട്ടോ. അവിടെ നമ്മൾ പരിപ്പ് പ്രഥമനും സേമിയൊക്കെയാണ് മേടിച്ചത്. ബോളി കൊള്ളൂല, പക്ഷേ പായസം കുഴപ്പമില്ല. പിന്നെ ചൂട് സഹിക്കാൻ വയ്യാതെ 7-അപ്പും നമ്മുടെ നിമ്പുവൊക്കെ മേടിച്ചു കേട്ടോ, നിമ്പു പാനിയൊക്കെ മേടിച്ചു. എൻ്റെ അമ്മേ, അവിടെ പതഞ്ഞു പോകുന്നതൊക്കെ അതാണ്. അങ്ങനെ ഇപ്രാവശ്യത്തെ സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞു.